CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൽ CPM-നും സർക്കാരിനും രൂക്ഷ വിമർശനം. എല്ലാ മേഖലയിലും CPM CPI-യെ താഴ്ത്തിക്കെട്ടുന്നുവെന്നും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ വിമർശനമുയർന്നു. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തിരുത്തലിന് തയ്യാറാകണമെന്ന് സമ്മേളനത്തിൽ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് മീഡിയ വണ്ണിന്. ഉപതെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ സർക്കാർ തിരുത്തലിന് തയ്യാറായി ജനങ്ങളുടെ വികാരം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകണം. ക്ഷേമ പെൻഷൻ കുടിശ്ശിക ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാക്കി. ന്യൂനപക്ഷ വോട്ടുകൾ UDF-ലേക്ക് കേന്ദ്രീകരിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ അവതരിപ്പിച്ച രാഷ്ട്രീയ റിപ്പോർട്ടിലുള്ളത്. ഇതിന്മേൽ നടന്ന ചർച്ചയിലാണ് സർക്കാരിനും CPM-നുമെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയർന്നത്. സർക്കാരിന് ഇടതുപക്ഷ സ്വഭാവം നഷ്ടപ്പെടുന്നു. എല്ലാ മേഖലയിലും CPM CPI-യെ താഴ്ത്തിക്കെട്ടുകയാണ്. CPI വകുപ്പുകളോട് അവഗണനയാണെന്നും ചർച്ചയിൽ അഭിപ്രായമുണ്ടായി. കൃഷി വകുപ്പിനെതിരെ പൊതുചർച്ചയിൽ വിമർശനമുയർന്നു. ഗവർണർക്കെതിരായ പോരാട്ടത്തിൽ CPM വെള്ളം ചേർക്കുന്നുവെന്നും ചിലർ പറഞ്ഞു. ഭക്ഷ്യമന്ത്രി GRN-നെതിരായും ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പുനരേകീകരണം വേണമെന്ന് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പ്രകാശ് ബാബു. ഒരു കമ്മ്യൂണിസ്റ്റ് പുനരേകീകരണത്തിന്റെ ലക്ഷ്യത്തിലേക്ക് പോകാൻ ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾക്ക് കഴിയുമ്പോൾ മാത്രമേ ഇന്ത്യൻ പാർലമെന്റിലും ഇന്ത്യയിലെ വിവിധ തെരുവുകളിലും ഹിന്ദുത്വ രാഷ്ട്രീയത്തെ ചെറുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ. നാളെയാണ് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ച നടക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം പുതിയ ജില്ലാ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കും. മീഡിയ 1 തിരുവനന്തപുരം.